ആംഗിൾ ഇൻസ്റ്റബിലിറ്റി എന്നാണ് ഒരു ആംഗിൾ ലിഗമെന്റ് റീകൺസ്ട്രക്ഷൻ വേണ്ടത്. നമസ്കാരം, ഞാൻ ഡോക്ടർ അങ്കിത് ജോസ്, കൺസൾട്ടന്റ് ഓർത്തോപെഡിക് സർജൻ, ആർത്രോസ്കോപ്പി ആൻഡ് ജോയിന്റ് പ്രിസർവേഷൻ സർജൻ. ഒരു ട്വിസ്റ്റിംഗ് ഇഞ്ചുറി ഓഫ് ദ ആംഗിൾ സംഭവിക്കുന്നു, നല്ല നീര് വരുന്നു, കാല് കുത്തി നടക്കാൻ പറ്റുന്നില്ല, എക്സ്റേ എടുക്കുന്നു, എക്സ്റേയിൽ ഫ്രാക്ചർ ഒന്നുമില്ല, പ്ലാസ്റ്റർ ഇട്ട് തരുന്നു ഡോക്ടർ. 3 ആഴ്ച കഴിയുമ്പോൾ പ്ലാസ്റ്റർ ഊരുന്നു, ആംഗിൾ എക്സസൈസ് ചെയ്യുന്നു, റീഹാബ് ചെയ്യുന്നു, 6 വീക്സ് ആയി, തിരിച്ച് റിട്ടേൺ ടു ആക്ടിവിറ്റീസിലോട്ട് മോസ്റ്റ് ഓഫ് ദ ടൈംസ് പോകുന്നു. അതാണ് ഒരു നോർമൽ ആംഗിൾ ട്വിസ്റ്റിംഗ് ഇഞ്ചുറിയിൽ സംഭവിക്കുന്നത് നോർമലി. സോ എപ്പോഴാണ് എനിക്ക് ആംഗിൾ ലിഗമെന്റ് അൺസ്റ്റേബിൾ ആവാൻ ചാൻസസ് ഉള്ളത്, അല്ലെങ്കിൽ എൻ്റെ ആംഗിളിന് സർജറി വേണ്ടി വരുന്ന ചാൻസസ്? സോ നമ്മുടെ എല്ലാ പേഷ്യൻസിനും ഒരേപോലെയല്ല. മെക്കാനിസം ഓഫ് ഇഞ്ചുറി, ക്ലിനിക്കൽ ഫീച്ചേഴ്സ്, ക്ലിനിക്കൽ എക്സാമിനേഷൻ. ഇപ്പോൾ നടക്കുമ്പോൾ വേദന അനുഭവപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ ഓടുമ്പോഴോ ഫുട്ബോൾ കളിക്കുമ്പോഴോ കാല് അൺസ്റ്റേബിളായി തോന്നുന്നുണ്ടോ, റിപ്പീറ്റഡ് ആയിട്ട് ആംഗിൾ ട്വിസ്റ്റ് ആവുന്നുണ്ടോ, റിപ്പീറ്റഡ് ആയിട്ട് ആംഗിൾ തിരിഞ്ഞു പോകുന്നുണ്ടോ, അങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഇതിൻ്റെ അകത്തോട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ജനറലൈസ്ഡ് ലാക്സിറ്റി, നമ്മുടെ ബോഡി സ്ട്രക്ചർ, ഫ്ലെക്സിബിലിറ്റി കൂടുതലാണോ, ഇങ്ങനെയൊക്കെ വരുമ്പോഴും വേദന അനുഭവപ്പെടുന്നു. നോർമൽ ആക്ടിവിറ്റീസിൽ വേദനയില്ല, എക്സേർഷനിലോ സ്ട്രെസ്സോ കൊടുക്കുമ്പോൾ പെയിൻ അനുഭവപ്പെടുന്നു, മുട്ടിൽ ആംഗിളിൽ ചെറിയ സൗണ്ട് അനുഭവപ്പെടുന്നു, നടക്കുമ്പോൾ അൺസ്റ്റേബിളായി തോന്നുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ക്ലിനിക്കൽ എക്സാമിനേഷനും ക്ലിനിക്കൽ ഫീച്ചേഴ്സും കോറിലേറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു MRI സ്കാൻ എടുത്ത് നോക്കണം. MRI സ്കാനിൽ നമ്മൾ ലിഗമെൻറ്റിൻ്റെ സ്കാറിങ് ഉണ്ടോ, ടിഷ്യൂവിൻ്റെ ക്വാളിറ്റി ഉണ്ടോ, ടിഷ്യൂവിൽ കീറലുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു ഇൻസ്റ്റെബിലിറ്റി കാരണം സെക്കൻഡറി ആയിട്ട് അബ്നോർമൽ മൊബിലിറ്റി നടക്കുന്നത് കൊണ്ട് വരുന്ന ബോൺ മാരോ എഡീമ പാറ്റേൺസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ കമ്പയർ ചെയ്തിട്ടാണ് നമ്മളൊരു ഫൈനൽ ഡയഗ്നോസിസിലോട്ട് വരുന്നത്. അങ്ങനെ ആവശ്യമുള്ള കേസസ് ആണെങ്കിൽ റീഹാബ്, എക്സസൈസസ് എല്ലാം ചെയ്തിട്ടും നമ്മുടെ പ്രശ്നങ്ങൾ മാറുന്നില്ല. അങ്ങനെ ഒരു കേസസിൽ ആംഗിൾ സർജറി, ആർത്രോസ്കോപ്പിക് റീകൺസ്ട്രക്ഷൻ ആവശ്യം വരേണ്ടതാണ്. അപ്പം പേഷ്യൻ്റ് ടു പേഷ്യൻ്റ് നമ്മൾ നോക്കിയിട്ടായിരിക്കും ഏത് പേഷ്യൻറ്റിനാണ് ആവശ്യം വരുന്നതും ഏത് പേഷ്യൻ്റാണ് റീഹാബ് അല്ലെങ്കിൽ എക്സസൈസസ് ശരിയാവുന്നതെന്നും തീരുമാനിക്കേണ്ടത്. ഫോർ ഫർദർ സച്ച് ഹെൽത്ത് ടിപ്സ്, ഫോളോ മീ.